Brand new whip, just hopped in. I got options. I can pass that bitch like shotgun. Just charging. I'm spinning this, they locked in. My body got them toxins. The top 10. I can put it in the end zone. That bitch on. This shit's like an intro song. Give me that. Told her don't her friends know. അങ്ങനെയാണ് നിലാവുള്ള രാത്രി. അതാ നിലാവുള്ള രാത്രിയിൽ അതാ ബുദ്ധന്റെ പുറകിലൊരു കാറ്. ആ പനങ്കാവ് മൊലോത്തമ്പലത്തിലേക്കുള്ള യാത്രയാണ്. റോഡരികിലൊന്നും കാര്യമായി വെളിച്ചമൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഈ ഒരു ഇരുട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. അതാണ് ഇതാ ഇപ്പൊ ഏകദേശം രണ്ടാളെയും കാണാൻ പറ്റുന്നത്. ശരിക്കും ഇതുവഴി നേരെ പോയാലാണ് അമ്പലം എത്തുന്നത് അല്ലേ? ഇന്ന് സ്പെഷ്യൽ ഒരു പ്രോഗ്രാം അവിടെ നടന്നുകൊണ്ട് നിൽക്കുന്നതാണ്. അതെന്നാ സ്പെഷ്യൽ പ്രോഗ്രാം എന്ന് വെച്ചാല് അവിടെ അമ്പലവുമായി ബന്ധപ്പെട്ട അവിടെ ഒരു ആള് മകൻ അവരുടെ അച്ഛന്റെ പേരിൽ അവിടെ ഒരു തറവാടുമായി ബന്ധപ്പെട്ട ഒരാള് അങ്ങനെ പറയാം അല്ലേ? തറവാടുമായി ബന്ധപ്പെട്ട ഒരാള് മരണപ്പെട്ടു പോയ ആള് അവരെ ഓർമ്മ ദിവസം പോലെ ഇവിടെ അങ്ങനെ അതിന്റെ ഒരു ഉത്സവം പോലെ ഇന്ന് കൊണ്ടാടുന്നതാണ്. 2 ദിവസം ഇന്നലെ പ്രസാദ സദ്യ ഉണ്ടായി. അല്ല, ഉത്സവം നോർമലി എല്ലാ വർഷവും ഉണ്ടാകുന്നത് തന്നെയല്ലേ? അതിനെ സ്പോൺസർ ചെയ്യുന്നത് ഇയാള് അല്ല, അങ്ങനെയല്ല. ഇത് സാധാരണ നടക്കാറുണ്ട്. ഇപ്പൊ സ്പെഷ്യൽ ആയിട്ട് ഇവർ കണ്ടക്ട് ചെയ്യുന്നത്. ഇവര് മാത്രമായിട്ട് ഇവര് പറഞ്ഞ 2 ദിവസം പ്രോഗ്രാം. ഓക്കെ, അങ്ങനെയാണല്ലേ. അപ്പൊ ഇന്ന് വെടിക്കെട്ടും കാര്യങ്ങളെല്ലാം ഉണ്ട് എന്ന് കേൾവിപ്പെട്ടിരുന്നല്ലോ. എന്താണ് അതിന്റെ സത്യാവസ്ഥ? അതെ, സാധാരണ കണ്ടുവരുന്നതിനായിട്ട് മുകളിലായിട്ട് അത്യാവശ്യം ഒരു മുകളിലേക്ക് വരുന്ന ഒരു വെടിക്കെട്ട് 8:30-9 മണിക്കുള്ളിൽ സംഭവിക്കുമല്ലേ? നമുക്ക് ഭാഗ്യമുണ്ടാകാതെ നമുക്ക് ആഡ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ചെറിയ ചണ്ടയുടെ ശബ്ദമെല്ലാം കേൾക്കാനുണ്ട്. നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടാവും വിചാരിക്കുന്നു. നമ്മളെ ഗുരുക്കളാണ് അതിന്റെ ഫുള്ള്. അവരെ എന്റെ ഗുരുക്കൾ എന്ന് ഉദ്ദേശിക്കുന്നത് പ്രമോദ് ഗുരുക്കളുടെ നേതൃത്വത്തിലുള്ള ഗജേന്ദ്ര വാദ്യ സംഘമാണ്. അപ്പൊ ഇത് ഒരു ഗജവീരനും കൂടിയാണെന്നാണ് പറയുന്നത്. ഗജേന്ദ്ര വാദ്യ സംഘത്തിന്റെ മേളമാണ് ഇവിടെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ചണ്ടക്കാരനാണ്. അതെ, എന്തോ ഒന്ന് പരപരാന്ന് പൊട്ടുന്നൊരു ഒച്ച കേൾക്കുന്നുണ്ട്. ഇലക്ട്രിക് കമ്പിയാരെ പൊട്ടുക അല്ല, ഇതെനക്കോ ഒന്ന് എവിടെ നാമോ അത് ശരിക്കും സംഭവിക്കുന്നത് ഒരു പിടുത്തമില്ല. ക്യൂരിയോസിറ്റി ഇൻ പീക്ക്. എന്താ വാഹനങ്ങളൊക്കെ ഇവിടെ നിർത്തിയിട്ട അവസ്ഥയിലാണ്, മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്നില്ല. ഇവിടെ പുകയൊക്കെ പോകുന്നുണ്ട്. അതാണ് നമ്മളെന്തോ കത്തുന്നതാന്നോ പൊട്ടുന്നതാന്നോ ഒന്നൊരു പിടുത്തമില്ല. ഇത് ഇത്രയും നേരം നടന്ന റോഡിന്റെ എൻഡ് ഇങ്ങനെയാണ് അവസ്ഥ. ഒത്തിരി കത്തിച്ചവർ ആഘോഷിക്കുന്നുണ്ട്. അമ്പലത്തിലേക്ക് എത്താനായിരിക്കും. അമ്പലത്തിലെത്തും തൊട്ട് മുമ്പേയുള്ള റോഡിലേനും ആ പറയുന്ന ചെണ്ടമേളം ഉണ്ടായി. ഇവിടെയുള്ള ഒരേ ഒരു ചണ്ട, നല്ല ചന്തമുള്ള ചണ്ട. ഘനഘോഷമായ വെടിക്കെട്ടിനിടയിൽ അല്ല മിതു
ഈ മാറി നിന്ന് ആൾക്കാർ വെടിയൊരുക്കുന്നതിന്റെ തിരക്കിലാണ്. 4:30 മണിക്ക് വെടിയൊരുക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അല്ലേ? നല്ല നീളത്തിലുണ്ട്, ഇത് ഇടം വരെയായിട്ടും ഉണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ എത്തുമ്പോഴത്തേക്ക് കുറച്ച് പുറകോട്ട് മാറി നിൽക്കണമെന്ന് പറയും. 3 മണിക്കൂറത്തെ അവരൊരു പ്രയത്നമാണ് ഇപ്പൊ ഇനി പൊട്ടാൻ പോകുന്നത്. ഇത് പൊട്ടുമ്പോ എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. ഇത് ഇവിടെ ആകാശത്തിലേക്ക് പോയി പൊട്ടുന്ന കുറച്ച് പൊട്ടാസുകൾ ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. അങ്ങോട്ട് തെങ്ങിന്റെ ഭാഗമായോണ്ട് പൊട്ട് ആ ഭാഗത്തേക്കാക്കി പടവടിയും പുടുപുടും എല്ലാം ഇങ്ങനെ ഒരു സൗകര്യം ഉണ്ട്. മേലോട്ട് നോക്കി എല്ലാം കാണാൻ പറ്റൂ. ഇതാണ് ലൊക്കേഷൻ. ഇനി പൊട്ട് പിന്നെ എടുത്തേക്ക്. ഓക്കെ, സംപ്രേഷണം ചെയ്യുന്നത് മിഥുവിന്റെ എല്ലാവിധ സഹായ സഹകരണവും ഉണ്ടാകുന്ന മിഥു പറയുന്നത്. അതുകൊണ്ട് ഈ പ്രവൃത്തി വിജയകരമായി നമുക്ക് വേഗം തന്നെ പൂർത്തീകരിക്കാനാവുമോ നോക്കാം. ഓക്കെ, സ്വന്തം പാൽ പൂത്തിരി കത്തിക്കുന്നു. ഇതാണ് പാലിന്റെ പൂത്തിരി. കൊണ്ട് അത്യുഗ്രം പ്രകടനവുമായി മിഥു നമ്മൾ രണ്ടാളും ഇതിന്റെ ക്ലോസപ്പ് എടുക്കാൻ പോകുന്നുണ്ട്. പടക്കത്തിന്റെ പൊട്ടുമ്പല്ല, ഇപ്പോ പൊട്ടുന്നതിന് മുമ്പേ കുറച്ച് ക്ലോസപ്പ്. മിഥു അമ്പലത്തിനകത്ത് കയറി ചെരുപ്പല്ലാണ്ട് വരി വെച്ചിട്ട് വന്ന് രണ്ടാമത് പരുതാൻ പോകുന്നുണ്ട്. വേഗം പോയിട്ടുണ്ട്. ഓരോരോ അവസ്ഥ കുറച്ച് കോമഡി ഉണ്ടായിരുന്നു, അത് കിട്ടിയിട്ടില്ല. ഇനി റീക്രിയേറ്റ് ചെയ്യണ്ടെന്ന് വിചാരിച്ചു. ഓക്കെ, ഇപ്പൊ പൊട്ടുന്നുണ്ട്, നോക്കട്ടെ. ക്ലോസപ്പ് കിട്ടുമെന്നും കൂടി ട്രൈ ചെയ്യാം. എല്ലാം പൊട്ടാൻ പോകുന്ന മുട്ടുകളാണ്. ഒന്നും കൂടി ക്ലിയർ ആയിട്ട് കാണിച്ചില്ല. ഇത്ര അടുത്ത് ആ മുട്ട് പൊട്ടുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ക്ലോസപ്പ് ഏത് അങ്ങനെ പോകും. ഇപ്പം മുട്ടുന്ന ചെണ്ടേൻ്റെ ഒച്ച ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്പലത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു തിരി വന്നിട്ട് ഇതാ ആ മൂലക്കുന്ന് തിരി കൊടുത്തു. ഇങ്ങനെ പൊട്ടി 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 ആടുന്ന് കൊടുകൂട് പൊട്ടി. അങ്ങനെയെല്ലാം നിന്ന് പരിപാടി നിർന്ന് പറയുന്ന കേട്ടോ. ഇനിയിപ്പോൾ പൊട്ടുമ്പം ബാക്കി നമുക്ക് കാണാം. ഇവിടം വരെ വെച്ചിട്ടുണ്ടല്ലോ, ഇരുട്ടത്താണ്. ചെരുപ്പിടം പോയാൽ ഇത് കൊടുത്തു കാണുന്നില്ലല്ലോ. ഞാനൊന്ന് വരുത്തട്ടെ. ചെരുപ്പ് കിട്ടി. ഇടക്കിടക്ക് വിളിക്കണ്ട. ചിലപ്പോൾ നമുക്ക് ക്ലോസപ്പിൽ എടുക്കാൻ വേണ്ടി ഇതുവരെ ഞാൻ വെയിറ്റ് ചെയ്തതാണ്. ഇതെല്ലാം ഗുണ്ട് എന്ന് പറയുന്നത്. ഈ സാധനമാണ് ഗുണ്ട്. ഇതിങ്ങനെ പടപടാ പൊട്ടുന്നതിൻ്റെ കേട്ടോ എന്നിട്ടൊരു സാധനം പൊട്ടും. ആ സാധനം ഈ സാധനം അല്ലേ ഇത്? ഇങ്ങോട്ട് അത് ജോത്ത് വേണ്ട, പൊട്ടു പൊട്ടിച്ചാലുണ്ടെങ്കിലേ ഇങ്ങനെ പോകുന്നുണ്ട്. ഇത് ഞാൻ ഇത് ഫുള്ള് കാണിച്ചരാം. കടം വരെ പൊട്ടും, അങ്ങനെ പൊട്ടും. ഇതൊന്നും പറയാത്തെ നീ ആയിട്ട് അതിൻ്റെ ഇടക്ക് പോയി ചെരുപ്പിടാൻ പോയിട്ട് ഞാൻ താളത്തിൽ ലയിച്ചു വാദ്യസംഘത്തിന് താളത്തിൽ. ഇവിടെ തന്നെ കുറേ ഗുണ്ടുണ്ട് കേട്ടോ. ഇൻസ്പെക്ഷൻ നടക്കുന്നുണ്ട്. രണ്ടാൾക്കാർ ഫുള്ള് ഇൻസ്പെക്ട് ചെയ്യുന്നുണ്ട്. കേടുപാടുകളുള്ളിൽ ഇങ്ങനെ രണ്ടട്ടിയായിട്ടാണ് ഈ മോനപ്പെട്ടുള്ളത്. ഇന്നും കേടുപാടക്കണം. ഇവിടെയെല്ലാം വരുമ്പോൾ ചടവറ പറപറാന്ന് പൊട്ടുന്നതായിരിക്കും വിചാരിക്കുന്നത്. ഇവിടെയെല്ലാം വെച്ചിട്ടുണ്ട്. ഇത് ഗുണ്ടുമഴയാണ് ഇവിടെ. ഗുണ്ടുമഴ ഇത് ഞെട്ടി ഇത് കണ്ടിട്ട് ഇല്ല. അങ്ങോട്ട് പോണ്ട വേണ്ട. നോ ഏരിയയിലൊന്നും ബോറ്. ഇങ്ങനെ പൊട്ടു. നമ്മൾ ആ മൂല കാണിച്ച സ്ഥലമാണ് ഇപ്പോൾ ഉള്ളത്. വേണ്ട ഗുണ്ട്, ഗുണ്ട്. വേറൊരു ആംഗിൾ ഇതാ. ഇത് നീ ഇപ്പൊ ഈ ഭാഗത്തുനിന്ന് കിട്ടിയതല്ലേ? ഇതൊരു 1.5 പൊട്ടലായിരിക്കും. ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര അടുത്തെല്ലാം പടക്കത്തിന്റെ അടുത്തെല്ലാം വന്ന് നിൽക്കുന്നത്. ഇതാ പടക്കം തീ കൊളുത്താനായി വിവരം കിട്ടിയ. ഇവിടെ കുറെ ആളുണ്ട്. ഇതെല്ലാം പൊട്ടുമ്പോ ഓടിക്കോളും അല്ലേ? ആ എല്ലാം ഇത് പൊട്ടിക്കുമ്പോ ഇവരെല്ലാം ഓടൂല ഇടുന്നേ. ഞാൻ ചോദിച്ചത് ഒന്ന് ചോദിച്ചോ നീ? പരിപാടിയല്ലേ? ഈ ചെണ്ട മുട്ടുന്ന കഴിഞ്ഞപാട് പൊട്ടും.
പടക്കപ്പുരയുടെ അടുത്ത് എത്ര ആള് സ്കൈ ഷോട്ടിന്റെ പെട്ടിയിലുള്ള പേര് അത് തിരിച്ചിട്ട് വായിക്കാൻ പറ്റുന്ന ആള് വായിക്കട്ടല്ലേ? കമന്റിലിടോ, കമന്റിൽ. അങ്ങനെയല്ലേ എല്ലാരും പറയല്. തിരിച്ചു വായിച്ചിട്ട് കമന്റിലിടറാ. തിരികൊളുത്താനായി പാൽ സ്റ്റെപ്പല്ലോ. സ്നേഹപ്രകടനം. നമ്മളിപ്പോ നേരത്തെ ചെറിയൊരു തെറ്റുപറ്റി. അല്ല, അമ്പലം കുടുംബത്തിന്റെ സ്പോൺസർഷിപ്പിലൊന്നല്ല, ഇത് അമ്പലത്തിന്റെ വർഷത്തിലുണ്ടാകുന്ന ഉത്സവം തന്നെയാണ്. പാലിനൊടുക്ക്, നീ പാലിനൊടുക്ക്. പാല് മേടിച്ചോടി. ഇന്നലെ നടന്ന വെജ് ബിരിയാണി വേറെ സ്പോൺസർഷിപ്പാണ്. ഇന്ന് അമ്പലത്തിന്റെ വഴിയാണ് പൊട്ടൊക്കെ. എല്ലാരും സത്യവാങ്മൂലം കേട്ടത് വിചാരിക്കുന്നത് ഇനി പൊട്ട് കാണാം നമുക്ക്. അടിപൊളിയായിട്ടല്ലേ ഇത്? അതെ 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 അതെ, പൊട്ട് അടിപൊളിയായ മതി. ആകര വകയായിരുന്നു കേട്ടല്ലേ? ഗംഭീര പൊട്ടായിരിക്കും എന്ന് വിചാരിക്കും. മൊത്തം ഇരുടായ അറ്റ്മോസ്ഫിയർ. അവൻ അതാ തിരികൊളുത്തുന്നു. തുടക്കം കുറിച്ചിരിക്കുന്നു. ഇല്ല, ഒന്നും കിട്ടി. എല്ലാരും ആകാശത്തേക്ക് നോക്കടാ. ചതിക്കും ചതിക്കും. വീടുന്ന സാധനം പെടുന്നു. വിടുന്ന സ്ഥലം കാണിച്ചു കൊടുക്കണ്ടേ? കാണിച്ചതാ.
ഓച്ചപ്പനെ കാണുന്നില്ല, പൊട്ട് മേടിച്ചോടിയോന്നറിയില്ല. ഓച്ചപ്പ ഗംഭീര പൊട്ടിന് കേട്ടാ, കുഴപ്പമില്ല, നല്ല പൊട്ട്, നല്ല പൊട്ടാ. കോച്ചപ്പന എവിടെയോ ഓടി പൊട്ട് കണ്ടിട്ട്. പരുതാണല്ലോ ഓടി. നോക്കട്ടെ, കണ്ടുപിടിച്ചിട്ട് വരാം. പൊട്ടിന്റെ ഇടക്ക് പോയി മുങ്ങിയ പേടിച്ചോടി. പൊട്ടുന്നതാന്ന് പറഞ്ഞിട്ട് നല്ല ക്ലിപ്പ് കിട്ടീന് പൊട്ടുന്നത്. കഴിഞ്ഞ് പൊട്ട് കഴിഞ്ഞ് നമ്മൾ പോയത് കഴിഞ്ഞ് പരിപാടി പൊട്ട് കാണുന്ന കൊറ്റാളിക്കാവിലേക്ക്. അതിപ്പോഴേ ഇല്ല, കുറച്ച് കഴിഞ്ഞിട്ട് കണ്ടറിഞ്ഞാനുണ്ട് നാളെ രാവിലെ. അത് പറ്റുമെങ്കിൽ അതും കൂടി എടുത്തിട്ട് സെറ്റാക്കി തരാം അല്ലേ ഇത്. കീറും തീയാൽ മെനഞ്ഞൊരു ശിവന്റെ കർണത്തിൽ നിന്നും മണ്ണ് വീണ ബാക്കി പൊട്ടുന്ന സത്യം കണ്ടമാണ് കർണകണ്ഠൻ. അദ്ദേഹത്തിന്റെ ഒരു ദൈവക്കൊലം നാളെ കാണാം. അദ്ദേഹത്തിന്റെ ലെറ്റ്സ് വൈൻഡ് അപ്പ് ഗൈസ്. എടുത്തു പൊട്ടിയില്ല. അത് തന്നെ. ഓക്കെ ബൈ, സീ യു.